മെയ് 4 കേരളത്തിൽ നടന്നത് പ്രവചനാതീതമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്, എന്നാൽ ഇത് മുഴുവൻ അതുപോലെ പ്രവചിച്ച ആളുകളുമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. അപ്പൊ LDF എന്നൊരു പാർട്ടി ഇത്ര ദയനീയമായി തോൽവി അർഹിക്കുന്നില്ല എന്ന് അവരുടെ പാർട്ടിയിലുള്ളവർ പറയുമ്പോൾ ജനങ്ങൾ എടുത്ത തീരുമാനം, അതായത് UDF വോട്ട് കുത്തി എന്ന തീരുമാനം, അതിന് ആ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞ മന്ത്രിമാരും ഉണ്ട്. അപ്പൊ ഇതിന്റെ റിയാലിറ്റി എന്താണ്? നമ്മുടെ ജനവികാരം എന്തുകൊണ്ട് പെട്ടെന്ന് മാറി? 10 വർഷമായി ഒരു ഗവൺമെന്റിന് സമയവും അതിനുള്ള അവസരങ്ങളും കൊടുത്ത ജനങ്ങളാണ് ഇപ്പോ മാറ്റിക്കുത്തിയിരിക്കുന്നത്. അതിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും പലർക്കും വോട്ട് മാറ്റിക്കുത്തി കാണണം, അല്ലെ ഈ രീതിയിലുള്ള ഒരു തോൽവി അവർക്ക് വരില്ല. എനിക്ക് തോന്നുന്നത് ഈ വേണ്ടാത്ത സംസാരം ആണ് ഇത്രയും ഒരു ദയനീയ അവസ്ഥയിലേക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നത്. അല്ല, അതായത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നമ്മൾ നോക്കുമ്പോൾ സിറ്റിംഗ് പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ 50 MLA തോറ്റ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു സർപ്രൈസ് ആണ്. അതായത് ഒരു ഡസണിലധികം മന്ത്രിമാര് തോറ്റു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് സർപ്രൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTC വകുപ്പ് മന്ത്രി പുള്ളി തോറ്റു എന്നൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഇന്റർവ്യൂവിലെല്ലാം IAS ഓഫീസർമാർ തന്നെ മുമ്പോട്ട് വന്ന് ഭരണത്തിൽ നടക്കുന്ന അനീതിയും കൊള്ളയും വരെയാണ് അവർ എക്സ്പോസ് ചെയ്യുന്നത്. അവരെല്ലാം സസ്പെൻഡ് ചെയ്യുകയാണ്. തോറ്റ് കഴിഞ്ഞ് വെളിയിൽ പോകേണ്ട ഗവൺമെൻറ് പോലും സസ്പെൻഷൻ ഓർഡർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. എല്ലാം ഒരു പെരുമാറ്റം ഒരു ധാർഷ്ട്രീയ രീതിയിലുള്ളതാണ്. ആൾക്കാരോടുള്ള ഒരു പൊതുജനങ്ങളോടുള്ള ഒരു അപ്രോച്ച് അവരെ വളരെ മോശം. ഇതിന് മുമ്പ് ഇരുന്ന പാർട്ടി 10 വർഷം മുൻപ് മറ്റവര് ഭരിച്ചപ്പോൾ അവർക്ക് ജനങ്ങളോടുള്ള അപ്രോച്ച് എന്തായിരുന്നു? ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു? അല്ല, ആ അപ്രോച്ചിന് വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടി സാറാണോ? അതെ, ജനസമ്പർക്ക പരിപാടിയും എല്ലാം നടത്തി നല്ല പോലെ ജനങ്ങളോട് അടുത്ത് നിന്നപ്പം ഇവര് പുറകിൽ കൂടെ പെൺവിഷയം പ്ലാൻ ചെയ്ത് പുള്ളിയെ പെടുത്തിയത് തന്നെ. വലിയ സംശയം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളക്കാരെ എന്തിനു മാറ്റി മറ്റൊരു പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷം കുത്തി? അവർക്ക് പ്രശ്നമില്ല, ഇവർക്ക് ഈ പ്രശ്നം ഉണ്ട് എങ്കിൽ മലയാളികൾക്ക് അത് അറിയാലോ. ഇല്ല, ഉമ്മൻചാണ്ടിയെ അതുപോലെ മോശമാക്കി കാണിക്കാൻ അവർക്ക് പറ്റി. അതുകൊണ്ട് തന്നെ മാറ്റി ചിന്തിച്ച് LDF കയറി. LDFന് ഗുണം ചെയ്തത് നമ്മുടെ വെള്ളപ്പൊക്കവും കൊറോണയും കാരണം എല്ലാ 6 മണിക്കും മുഖ്യമന്ത്രി വന്നു, ജനങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു, എല്ലാം കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അത് കണ്ടപ്പം ജനങ്ങളുടെ കൂടെ ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചാണ് അടുത്ത 5 വർഷം കൂടെ കൊടുത്തത്. അപ്പം ഭരണത്തിൽ കയറിയ അവർക്ക് പെട്ടെന്ന് അഹങ്കാരം വന്നു. പവർ അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുമ്പോൾ അയാളുടെ ഓൾറെഡി ഉള്ള ക്യാരക്ടർ ഒരുപാട് പുറത്ത് കാണുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു പുതിയ ക്യാരക്ടർ പെട്ടെന്ന് വരുമെന്ന് ഒരു സൈക്കോളജിസ്റ്റ് നമ്മളോട് പറയില്ല. അവരുടെ ക്യാരക്ടറാണ്. അപ്പോ അവരുടെ നാട്ടുകാർക്ക് അവരുടെ പാർട്ടിക്കാർക്ക് നേരത്തെ അറിയില്ല. ഇല്ലില്ല, അത് പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവില് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന പുള്ളി പറയുന്നത് കേട്ടതാ, ഇതുപോലെ എത്രത്തോളം കാണിച്ച് അത് ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യും. ആ ഒരു വീഡിയോ എടുത്ത് അല്ലെ ആ ഒരു ഇന്റർവ്യൂ എടുത്ത് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളെയും കൊണ്ട് ഇയാള് ഭൂമിയോളം താഴ്മ കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിച്ചാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. ആക്ച്വലി അയാളുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില ഇന്റർവ്യൂവിലൊക്കെ പൊങ്ങി വരുന്നത്. പക്ഷെ അത് നേരിട്ട് വരുന്നത്, മറ്റേതെല്ലാം എഡിറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ജനത്തിന് പബ്ലിക് മനസ്സിലാകാതെ പോയതെന്ന് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞു. കുറച്ചു ഭാഗം ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം ഇപ്പൊ കാണുന്ന ട്രോളുകൾ മുഴുവൻ, അതായത് കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്കും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ ഇതിനു മുമ്പ് ജനങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ? ഉണ്ട്, അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. യാദൃശ്യമായിട്ടത് ആരാണേലും ആ ടെൻഷനില ചിലപ്പോൾ പറഞ്ഞു പോകും, മാലിനിക്ക് അല്ലെങ്കിൽ വഴിതാ ഇച്ചിരി ദേഷ്യപ്പെടും. ആരാണേലും, നമ്മളാണേലും ദേഷ്യപ്പെടും. അല്ല, ദേഷ്യപ്പെടുന്നതിന്റെ അല്ല, അതായത് ഒരു പ്രസ് മീറ്റില് ദേശാഭിമാനി അങ്ങനെ വേറെ ഏതോ ഒരു പത്രക്കാരുടെ ചോദ്യം, അതൊന്നും അല്ല കാര്യം. നമ്മൾ ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ എക്കണോമിക്സ് വല്ല ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഒരു മാജിക്ക് ചെയ്യാനൊക്കെ, അൺലെസ് നമ്മുടെ നാട്ടിൽ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഈവൻ ഇന്ത്യയിലെ മറ്റുള്ള കമ്പനികളെ ഇവിടെ കൊണ്ടുവരാനുള്ള താല്പര്യം പോലും നമ്മൾ കാണിക്കുന്നില്ല. അല്ല, നമ്മൾ ഇപ്പൊ നോക്കുമ്പോ ബാക്കി സീറ്റുകളിൽ അല്ലെങ്കിൽ തോറ്റ സീറ്റുകളിൽ 6 സ്ഥലത്തേ ഉള്ളൂ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. തോറ്റവരും ജയിച്ചവരും LDFൽ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, സമരമുഖത്ത് ഞങ്ങൾ ഇനി സ്ഥിരമായിട്ട്. അപ്പൊ എന്റെ സംശയം, ഇവര് എത്ര പേരെ വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇവന്മാര് സമരം ചെയ്ത് മുടക്കില്ല. അതായത് അതും കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇതുപോലെ പറയുന്നത് കേട്ട്, അതായത് ഇനിയും സമരം ഉണ്ടാകും, ഇനിയിപ്പോ ഹർത്താൽ ഉണ്ടാകും. ഇവിടെ എന്തെല്ലാം ഈ 10 വർഷം ഇല്ലായിരുന്നു അതെല്ലാം തിരിച്ചു വരും. കാര്യം ഇത് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ? എന്തെങ്കിലും നേടുന്നുണ്ട് ഇതുകൊണ്ട്?
ഹർത്താലോ അവർ പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു ശക്തി പ്രകടനം കാണിക്കുകയാണ്, ഇതാണ് ഞങ്ങൾ ആൾക്കാർ വരുത്തതേ ഉള്ളൂ. ഇതുവരെ ആൾക്കാർ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം ഇങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം തന്നെ ആണെങ്കിൽ പല പ്രൊജക്ടുകളും നമ്മുടെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ തുടങ്ങി വെച്ച പല പ്രൊജക്ടുകളും പകുതിയാക്കി നിർത്തിയിട്ടിരിക്കുകയാണ്. അവരുടെ ഫണ്ട് മൊത്തം പോകുന്നത് നോർത്ത് സൈഡിലോട്ടാണ്. അവരുടെ വോട്ട് ബാങ്ക് എവിടെയാണോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂര് തലശ്ശേരിയൊക്കെ ഒത്തിരി വികസിച്ചിട്ടുണ്ടെന്ന് വളരെയധികം വികസിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ചെങ്ങന്നൂര് വന്ന് അതെ. നമ്മള് തലശ്ശേരിക്ക് ഒന്ന് ഈയിടെ പോയപ്പോൾ 12 വർഷത്തിന് ശേഷമാണ് അവിടെ പോകുന്നത്. ആ 12 വർഷം മുമ്പുള്ള തലശ്ശേരിയും ചെങ്ങന്നൂരും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇന്നത്തെ തലശ്ശേരിയും ചെങ്ങന്നൂരും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെ ഡെവലപ്പായി, റോഡ് മുതൽ എല്ലാ കാര്യങ്ങളും. അവിടെ ആ ഒരു ഭാഗം മാത്രം ഡെവലപ്മെന്റ് ആകാനുള്ള കാരണം എന്നാ? രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം. ഫൈനാൻസ് മിനിസ്റ്റർ തൊട്ട് PWD മിനിസ്റ്റർ ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും എല്ലാവരും ആ ഏരിയയിൽ നിന്നുള്ളവരാ. അവരാ കൂടുതലും അവരുടെ വോട്ട് ബാങ്ക് മൊത്തം അവിടെ. അവർക്ക് അവിടെ നിൽക്കണം, അവരുടെ നാട് നന്നാക്കണം, വിജയിക്കണം. അല്ല, അതിനകത്തൊരു വലിയ സംശയം ചോദിച്ചോട്ടെ. പൊളിറ്റിക്സിൽ ഇല്ലാത്തൊരു വിഡ്ഢിയുടെ ചോദ്യമായിട്ട് കണ്ടാൽ മതി. ഇപ്പൊ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നൊരു ഫണ്ട് വരികയാണെങ്കിൽ അത് കറക്റ്റായി വിനിയോഗിക്കണമെങ്കിൽ സ്റ്റേറ്റിലും ആ ഗവൺമെന്റ് ആയിരിക്കണം, ആ സ്ഥലത്തെ ആ പ്രദേശത്തെ ഭരിക്കുന്ന പാർട്ടി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആയിക്കോട്ടെ, അവരായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതായത് BJP ആണ് ഈ 3 നടത്തുമെങ്കിൽ അവിടുന്ന് വരുന്ന പൈസ കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നു. അല്ല, BJP അവിടുന്ന് ഫണ്ട് കൊടുക്കുന്നു, കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്, ആ സ്ഥലം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ഈ പ്രശ്നം വരും. കാരണം ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ 10 വർഷം ഇവിടെ MLA എന്ന് പറയുന്ന മിസ്റ്റർ സജി ചെറിയാനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആണ്. വേറാസ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആ പ്രശ്നമാണോ? കാരണം അത് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. അല്ല, അതുകൊണ്ടല്ല. മെയിനായിട്ടുള്ള ഫണ്ട് ഇവൻ തന്നെ ചെങ്ങന്നൂർ ഓക്കെയാണെങ്കിൽ ബൈപ്പാസ് റോഡ് എന്നേ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ മുമ്പോട്ട് കൊണ്ടുവരാൻ പ്രാവർത്തികമാക്കാനുള്ള ആർജവം മന്ത്രിമാർക്കില്ല എന്നുള്ളതാണ്. ഇതിപ്പം വേണ്ട, അത്യാവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ അവർ മാറ്റിവെക്കും. അല്ല, പ്രാവർത്തികമാക്കാനുള്ള ആർജവം ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പൊ വടക്കോട്ട് എങ്ങനായി? വടക്കോട്ട് അവർക്ക് വേണം, ആവശ്യമാണ്. അവിടെ മന്ത്രിമാർ പിടിപാടുള്ളവരെല്ലാം അവിടെ ഉള്ള മന്ത്രിമാരാ. അപ്പൊ ഇവിടെ ഉള്ളവരാരും പിടിപാടില്ല എന്നല്ല ഇല്ലെന്ന് തന്നെ പറയുന്നത്. സ്ട്രോങ് മന്ത്രിമാരും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഈ ലോക്കൽ ഓരോ MLA-മാർക്കും കുറച്ച് ഫണ്ടുണ്ട്, അതിന്റെ വികസനം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ മെയിൻ ഒരു ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം അവിടെ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഉള്ള മിസ്റ്റർ മാത്യുവിന്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന ലോക്കൽ പഞ്ചായത്തും അതുപോലെ തന്നെ MLA-യും സെയിം പാർട്ടിക്കാരാണ്. അവിടെ തോട്ടിപ്പോകുന്ന വഴി വരെ ഏതാണ്ട് നല്ല MC റോഡ് പോലെ വീതിക്കാണ്. നമ്മുടെ ഇവിടെ ഉള്ള റോഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും, അവിടെ പോയി കഴിയും. അത് കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്ട് അനുസരിച്ച് 1-2 റോഡ് കേന്ദ്രത്തിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് അവിടുത്തെ ലോക്കൽ ആൾക്കാര് പരിശ്രമിച്ചു കൊണ്ടുവന്ന് പണിയിപ്പിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ചെങ്ങന്നൂർ നടക്കുന്നില്ല എന്നുള്ളതാണ്. പിടിപാട് വേണം, രാഷ്ട്രീയ പിടിപാട് കേന്ദ്രത്തിലും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത് BJP കൂടെ ഇവിടെ വരണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ ഒക്കുള്ളൂ എന്നുള്ളത്. കാരണം ഇപ്പൊ ചില സ്റ്റേറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ GDP ഇൻക്രീസ് ലാസ്റ്റ് 15 വർഷത്തെ 2 ഡിജിറ്റ് ഉള്ളതുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഒക്കെ 2 ഡിജിറ്റ് അവരുടെ വികസനം. ഞെട്ടിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം മാറ്റി നിർത്തിയാൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് ബാങ്കിൽ വെറുതെ കിടക്കുന്ന പൈസ മാറ്റി നിർത്തി അത് പ്രവാസികളുടെ മാത്രം ഒരു ഇൻകമാണ് ഇവിടെ കാണുന്ന. അല്ല, ഇവിടെ വേറെ കുഴപ്പം കൂടെ ഉണ്ട്. ഈ രാജ്യം നന്നാകണം എന്ന് ചിന്തിക്കുന്ന ഇവിടെ വളരെ തുച്ഛമായ ശതമാനം ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. ഒരു കിറ്റ് കൊടുത്താൽ സംഗതി എല്ലാം ഓക്കെ ആകും എന്നുള്ളതാണ് മെജോറിറ്റി. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. അതല്ലേ, അതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ ലേബേഴ്സിന് അനീതി നേരിടുന്നു, നമുക്ക് അവിടെയും പാർട്ടി വേണം. അതിനാണ് ഫേസ്ബുക്കിലെ കമന്റ് എന്നറിയാം, അവിടെ ചെന്നൊന്ന് തുടങ്ങി നോക്കാം, അപ്പൊ അറിയാം വിവരം. ഇവിടെ തുടങ്ങുന്ന പോലെയല്ല, അവിടെ ചെന്ന് ഒരു സമരം ചെയ്ത. ഇപ്പൊ UAE അമേരിക്ക പറഞ്ഞു യു ഹാവ് ടു ഓപ്പൺ അപ്പ്, ഡെമോക്രാറ്റിക് ഇലക്ഷന് പോകണം. അപ്പൊ UAE പ്രസിഡന്റ് അദ്ദേഹം പറയാണ്, ഇഫ് വി ടുമോറോ ഗോ ഫോർ എൻ ഇലക്ഷൻ ദുബായ് വിൽ ബി ടേക്കൺ ഓവർ ബൈ മുസ്ലിം ബ്രദർഹുഡ്. അത് പറയുന്നത് അബുദാബിയുടെ ടോപ്പ്, അതായത് UAE ഹെഡ് ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. ദുബായ് എന്ന് പറയുന്ന സിറ്റി വിൽ ബി ടേക്കൺ ഓവർ ബൈ മുസ്ലിം ബ്രദർഹുഡ്, തീവ്രവാദികൾ പിടിച്ചടക്കിയിരിക്കുമെന്ന്. അവര് UAE-യിലുള്ള ആളുകൾ UK പോയി പഠിക്കുന്നത് ബാൻ ചെയ്തു. കാരണം UK പോയിട്ട് വരുന്നവരെല്ലാം റാഡിക്കലൈസ്ഡ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരു മുസ്ലിം രാജ്യമാണ്, അവരിതിനെതിരെ നിൽക്കുന്ന രീതിയാണ്. അപ്പൊ അവർക്ക് അവരുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അടുത്ത 5, 10, 15, 20, 30 വർഷം ചിന്തിച്ചാ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇത്തവണ എനിക്ക് വന്നാലും വലിയൊരു മാറ്റമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ വന്ന മാറ്റമാണോ, ആശയത്തിന്റെ മാറ്റമാണോ എന്നറിയില്ല. യങ്സ്റ്റേഴ്സ് കുറെ പേരുണ്ട്, സ്ത്രീകൾ കുറെ അധികം പേരുണ്ട്. ജനങ്ങളിൽ വന്ന മാറ്റം ഈ 70, 90 അങ്ങനെയുള്ള ആളുകളല്ലാതെ ഒരു 40, 50 ആ റേഞ്ചിലുള്ള ആൾക്കാർ അടുത്ത് ഇവരിപ്പൊ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ അവര് തന്നെ കാണണം എന്ന രീതിയിലുള്ള കുറെ പേര് ഇത്തവണ ഉണ്ട്. ഇപ്പൊ തിരുവല്ലയിൽ 2ാം സ്ഥാനത്തൊക്കെ വന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ യങ് ആണ്. അപ്പൊ അടുത്ത തവണ അതിന്റെ അടുത്ത തവണ എന്തെങ്കിലും അവർ കയറുകയാണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചാൽ പ്രായമുള്ളവർക്ക് സ്പീഡിൽ ട്രെയിനിൽ പോകണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ഇല്ല, എങ്ങനെയാലും ഇങ്ങനെ നീങ്ങി പോയാൽ മതി.
ചെറുപ്പക്കാർക്ക് അങ്ങനല്ല. എനിക്ക് കോഴിക്കോട് ജോലി ചെയ്തിട്ട് ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുകയായിരുന്നെങ്കിൽ നല്ലതാണ് ചിന്തിക്കുന്നത്. വെച്ചാൽ കൊറിയയിലൊക്കെ ഞങ്ങൾ താമസിക്കുമ്പോൾ ബുസാനിൽ നിന്ന് പോയി സോളിൽ വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലായതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത്. നമുക്ക് എന്തുകൊണ്ട് അതില്ലാൻ ചിന്തിക്കുന്നത് യങ്സ്റ്റേഴ്സാണ്. ആ യങ്സ്റ്റേഴ്സിൽ കുറച്ച് പേരെ ഭരിക്കാൻ ഏൽപ്പിക്കാൻ പറ്റിയാൽ പാർട്ടി ഏതോ ആയിക്കോട്ടെ, ഈ ആശയങ്ങൾ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഇല്ലേ? തീർച്ചയായും ഹോപ്പുണ്ട്. ഇപ്പം തമിഴ്നാടാണേലും ആന്ധ്രയാണേലും തെലുങ്കാന ആണേലും അവർക്ക് ബുള്ളറ്റ് ട്രെയിൻ വേണം. അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവർ ഓൾറെഡി അതിന്റെ പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, ഇവരിപ്പോ 10 വർഷം ഭരിച്ചു. അപ്പൊ ഈ 10 വർഷം ഒരു ഗവൺമെന്റിനെ കണ്ടിന്യൂസ് ആയി കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം എസ്പെഷ്യലി ഇപ്പൊ അപ്പുറത്തെ ആളുകൾ കമ്പാരിറ്റീവ്ലി സമരം കുറച്ച് നടത്തുന്നവരാണ്. ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ അവർ 10 ഐറ്റത്തിന് സമരം ചെയ്തിട്ടുണ്ട്, ഇവർ ചിലപ്പോൾ 3 സമരം ചെയ്തിട്ടുള്ളാവും. കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താത്ത ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ നടത്തില്ല ഹർത്താൽ നടത്തില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തിയില്ല. കേരളം ഹർത്താലിന്റെയും ബന്ദിന്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്തപ്പേര് കാരണമാണ് കേരളത്തിലൊരു വ്യവസായം വരാത്തത്, ഒരു ഇൻവെസ്റ്റ്മെന്റും വരാത്തത്, ഒരു FDIയും വരാത്തത്. ഈ പാവം പിള്ളേര് ജർമ്മനിക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ മലയാളിയായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകണം. അപ്പൊ ഇവർക്ക് വേണമായിരുന്നെങ്കിൽ പുതിയ മെട്രോ തിരുവനന്തപുരം, കോഴിക്കോട്, ഇങ്ങനെയുള്ള മെയിൻ സിറ്റികളിലെല്ലാം കൊണ്ടുവരായിരുന്നു ഈ 10 വർഷത്തിനകത്ത്. അവർക്കൊരു മിനിമം പോപ്പുലേഷൻ ഇത്ര വേണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് അവർക്കത് ഫ്ലെക്സിബിൾ ആക്കാം. മെട്രോ ഫ്ലെക്സിബിൾ ആണ്. പോപ്പുലേഷൻ ഉണ്ട്, പക്ഷെ അവർ വർക്കിംഗ് പോപ്പുലേഷൻ അവർ നോക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമമുണ്ട്. കാരണം ഇപ്പൊ നമ്മള് കോഴിക്കോട്, കണ്ണൂരൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക മതത്തിലുള്ള ആളുകളാണ്, ബിസിനസ്സുകാരാണ്. ഒരാൾ വർക്ക് ചെയ്യുന്ന അപ്പം ബിസിനസ്സുകാരാണ്, ബാക്കി ആർക്കും പണിയെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതുള്ളൂ. അവിടെ വർക്കിംഗ് പോപ്പുലേഷൻ സത്യത്തിൽ കുറവാണ്. പക്ഷെ അവർക്ക് വന്നിരിക്കുന്ന മാറ്റം ഈ വടകര എത്തുമ്പോഴാണ് റോഡ് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഏറിയൊക്കെ റോക്കറ്റ് വിട്ടാലോ വണ്ടികൾ പോകുന്നത്. ആ വേഗത അവര് കൈവരിച്ചു, അതേ സ്റ്റേറ്റിൽ നിന്നിട്ട് നമുക്ക് കിട്ടിയില്ല. ഇനി വരുന്ന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുക, പഠിത്തം, ജോലി, അങ്ങനെ അവരെ കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തണമെന്നുള്ള ആശയം കൂടെ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ മെയിൻ ഉദ്ദേശം. ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചോ, നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് വെക്കുക, പഠിച്ച് ഇറങ്ങിയ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഇല്ലാത്തല്ല, കേരളത്തിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് സാമാന്യ മര്യാദയുള്ള ശമ്പളം കൊടുക്കാനുള്ള ജോലികൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടോ? ഇല്ല, ജോലിയില്ല. കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, കോളേജുകളിലെ എല്ലാം കുട്ടികളില്ല. അപ്പം ഉള്ള സാറുമാരെ വെച്ച് പെൻഷനായി പോകുക എന്നുള്ളൂ. പുതിയ സാറുമാരെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കോളേജുകളുടെ ഗതി എന്താകുമെന്ന് ഇറങ്ങുന്ന പിള്ളേർക്ക് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനം ഒന്നുമില്ല. എല്ലാവരും വടക്കേ ഇന്ത്യയിലും ചെന്നൈയിലും ഒക്കെ പോയാ ഒരു ഇന്റേൺഷിപ്പ് തന്നെ ചെയ്യുന്നത്. വലിയൊരു വ്യത്യാസം ചോദിച്ചോട്ടെ. ഒരു 10-25 വർഷം മുമ്പേ ഞങ്ങളൊക്കെ വീട് പണിയുന്ന സമയത്ത് മിസ്റ്റർ ഋഷിക്ക് ആ സമയത്ത് വളരെ ഓർമ്മയുണ്ടാവും, റൈറ്റ്? അദ്ദേഹമൊക്കെ നോക്കി നടത്തിയിരുന്നൊരു വർക്കായിരുന്നു. അന്ന് എന്റെ ഓർമ്മയിൽ കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ജോലിക്കാരുണ്ടായിരുന്നു. ഇന്നൊരു പണി ഇപ്പൊ നമ്മളിപ്പോ ഓഫീസ് ബിൽഡിംഗ് തീർത്തപ്പോ മെജോറിറ്റിയും ബംഗാളികളായിരുന്നു. അപ്പൊ തമിഴ്നാട്ടില് അവർക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടാവണമല്ലോ അവരുടെ പിള്ളേർ ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുന്നത് മെജോറിറ്റി. എങ്കിൽ ഇപ്പൊ ഈ കയറി BJP ബംഗാളിൽ അടുത്ത 10-15 വർഷം കൊണ്ട് ആ ഡെവലപ്മെന്റ് കൊണ്ടുവന്നാൽ ഇങ്ങോട്ട് വരില്ല. ഇവിടെ നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ തെങ്ങ കയറാൻ വരെ അവരാണ്. ഗൾഫിൽ പോകുന്ന മിക്കവാറും നിർത്തും. ഇവിടെ നമ്മൾ തന്നെ പണി ചെയ്യാൻ തുടങ്ങുമായിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ആരും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ഇവിടെ കിട്ടേണ്ടതായ ശമ്പളം അവരുടെ നാട്ടിൽ കിട്ടുന്നതുകൊണ്ടാണ് വരാത്തത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഗൾഫിൽ ചെന്നാലും കൂടുതലും ബംഗ്ലാദേശികളാണ്. ഇപ്പൊ ഒരു ട്രേഡ് ഇപ്പം കേരളത്തിൽ നിന്നുള്ളവർ വളരെ കുറച്ച് ഉള്ള ആൾ, ഇപ്പൊ മേശന നോക്കിയാലും അല്ലെ പെയിന്റർ, അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ആൾക്കാർ കുറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ ജോലി ചെയ്താൽ അവിടുത്തേക്കാളും ശമ്പളം ഇവിടെ കിട്ടുന്നു. കാർപ്പന്റേഴ്സിനൊക്കെ 1500 രൂപ ഇവിടെ. ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ കാർപ്പന്ററിന് ഗൾഫിൽ പോകേണ്ട കാര്യമില്ല, ഒരു പെയിന്റർക്ക് ഗൾഫിൽ പോകേണ്ട കാര്യമില്ല, ഒരു പ്ലംബർ, ഇവർക്കെല്ലാം നാട്ടിൽ പൈസ അതേ സെയിം സാലറി ഇവിടെ കിട്ടും. ആവറേജ് 20 ആണ്, അവർ 30-40 വാങ്ങിച്ചാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് പ്രശ്നമില്ല. ഇപ്പം ഈ പുതിയതായിട്ട് ഇപ്പം ഏൽക്കാൻ പോകുന്ന ഗവൺമെന്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലും വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരുവാൻ ശ്രമിക്കണം, ശ്രമമെങ്കിലും നടത്തണം. അവർക്ക് ഗ്യാരണ്ടി കൊടുക്കണം. പ്രതിപക്ഷം അതിനെ അനുകൂലിക്കണം. അവരുടെ മക്കൾക്ക് ആ ജോലി വേണ്ടി. അവരത് കൊണ്ടുവന്നാൽ അത് മറ്റേ ഇപ്പൊ തോറ്റുപോയ പാർട്ടിയുടെ ജമ്മ തോൽവിയായി പോവില്ലേ? തോൽവി അവർ സമ്മതിക്കണം. അവര് 10 വർഷം അവരുണ്ടായിരുന്നു, എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല?
നമ്മൾ പലരും പറയുന്ന കേട്ടു ഇത് LDF തോറ്റതല്ല, ജനങ്ങൾ വിഡ്ഢികളാണ്. അവർക്ക് 10 വർഷം അവസരം ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരായിരുന്നു. അവരായിരുന്നു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരുന്നത്. കോൺഗ്രസ് ഒരിക്കലും അതിനെ ഒപ്പോസ് ചെയ്യത്തില്ലായിരുന്നു, അനുകൂലിക്കത്തേ ഉള്ളായിരുന്നു. അല്ല, ഈവൻ ഇപ്പം നമ്മുടെ എക്സ് മിനിസ്റ്റർ സഹിച്ചറിയാൻ പറഞ്ഞത് പലരുടെയും PR വർക്കുകൾ അതുപോലെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് LDF തോക്കാൻ കാരണം എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ മനസ്സിലിരിപ്പം ജനങ്ങൾക്ക് എന്ത് ഇവര് കൊടുത്തെന്നോ ജനങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടായെന്നോ ഈ പാർട്ടി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർ ചിലർ ചിന്തിക്കുന്നത് റോഡും കലിങ്കും തോടും പണിതാല വികസനമായിരുന്നു. അതല്ല വികസനം. ഒരു വ്യക്തി ഒരു കോളേജ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയാൽ ഡയറക്റ്റ് ഒരു ജോലി കയറണം, ഈവൻ വെയിറ്റ് പീരീഡ് ഇല്ലാതെ. ഇപ്പം നമ്മുടെ ഇവിടെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 വർഷം വെയിറ്റ് പീരീഡ് കഴിഞ്ഞ് അവനൊരു ജോലി കിട്ടും, നല്ലൊരു ജോലി കിട്ടും. അല്ല, ജയിച്ച ഉടനെ ഗൾഫിലെ ആരുടെങ്കിലും വിസ അതങ്ങ് കൊണ്ടുപോവാ. ഇവിടെ കിട്ടത്തില്ല, ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. അതാ അങ്ങനെ ഒരു സംവിധാനം പാർട്ടിക്കാരുണ്ട് അനുഭവിക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്റെ ചോദ്യം. ഇപ്പൊ UDF എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവർ കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് കേരളത്തിൽ കൊണ്ടുവന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ നല്ല ജോലികൾ വന്നു തുടങ്ങിയാൽ, ഇവിടെ പഠിക്കുന്ന പിള്ളേർ ഇറങ്ങുമ്പോൾ ജോലി കിട്ടി തുടങ്ങിയാൽ അവര് അവരുടെ വീട്ടുകാര് വീണ്ടും സാമ്പത്തികമായിട്ട് അവർ മെച്ചപ്പെടും. അല്ല, ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു ഭയം നിപ്പുണ്ട്. ഒരു ബിസിനസ് കൊണ്ടുവരാനുള്ള ഭയം അതുപോലെ തന്നെ നിപ്പുണ്ട്. അത് ആദ്യം മാറ്റണമെങ്കിൽ എന്ത് ബിസിനസ് കൊണ്ടുവരുന്നോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന റൂൾസ് ആക്ട് പാസ്സാക്കി നിയമസഭയിൽ പാസ്സാക്കി എടുത്തിട്ട് വേണം ബിസിനസ്സുകാരെ ഇങ്ങോട്ട് വിളിക്കാൻ. ഇപ്പൊ അടുത്തിടെ ഒരു ഹർത്താല് ആരോ ചെറിയൊരു പാർട്ടി ആഹ്വാനം ചെയ്തത്, റോഡിൽ പോകുന്നവരെ എല്ലാം തടയുകയായിരുന്നു. ഈവൻ KSRTC ബസ് വരെ തടഞ്ഞു. അതിന് കോടതി പിന്നൊടുവിൽ ഇടപെടേണ്ടി വന്നു. വഴിയാത്രക്കാരെ തടയാനൊക്കില്ല എന്ന്. ഈ നിയമം എന്നും നിലനിൽക്കുന്നതാ. ഒറ്റരെ റോഡിൽ തടയാൻ പാടില്ല എന്നൊരു നിയമം ഉള്ളതാണ്. ആ നിയമം ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാത്തതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ അത് കയ്യിലെടുക്കുക. സമരം ചെയ്യാനുള്ള സകല അവകാശവും ഉണ്ട്. പക്ഷേ അത് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നതായിരിക്കില്ല. അല്ല, ഈ പറഞ്ഞ ഇപ്പൊ തമിഴ്നാട് ഞാൻ പഠിക്കുന്ന കാലത്താകുമ്പം അവർ സമരം ചെയ്യുന്ന ഞാൻ കണ്ട അവരെ ബാരിക്കേഡ് വെച്ച് റോഡിന്റെ അപ്പുറത്തെ വശത്ത് നിർത്തിയേക്കുവാണ്. അവർ അവിടെ നിന്നുകൊണ്ടാണ്, അല്ലാണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തല്ല സമരം ചെയ്യുന്നത്, അവിടെ നിന്നുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. സമരം ഉള്ളതിന്റെ ഉദ്ദേശം എന്താണ്? പ്രൊട്ടസ്റ്റ് ചെയ്യുക. ആ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ആദ്യം സെക്രട്ടേറിയറ്റ് ഓഫീസിലാണ്, ഇല്ലെങ്കിൽ മന്ത്രിമാരുടെ അതിന്റെ വകുപ്പിന്റെ മന്ത്രിമാരുടെ മുമ്പിൽ പോയി വേണം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. പൊതുജനങ്ങളുടെ എതിരായി ഇല്ല, അഹങ്കാരം എന്നാ പറയാനൊക്കെ. അത് വെറും അഹങ്കാരമാണ്. അവർക്കറിയാം ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പൊ നമുക്ക് ലോക്കൽ ഇലക്ഷനും കഴിഞ്ഞു, മെയിൻ ഇലക്ഷൻ കഴിഞ്ഞു, കേരളം ഏതാണ്ട് സെറ്റ്. അടുത്ത വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ MP ഇലക്ഷൻ ആണ്. കഴിഞ്ഞ ഒരു 20-25 വർഷത്തെ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റിന്റെ എണ്ണം കുറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ 79-ന് ശേഷം ഭരിക്കാത്ത ഒരു സ്റ്റേറ്റ് പോലും ഇല്ലാത്ത, അതായത് മുഴുവൻ അടിച്ചു വാരി തൂത്ത് കേരളത്തിൽ കൊണ്ട് തട്ടി. അപ്പൊ കേരളക്കാരെടുത്ത് കടലിൽ കളഞ്ഞു എന്ന അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകില്ല. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ അല്ലെ ത്രിപുര, ഇവർ ഒരുപാട് കാലം ഭരിച്ച സ്ഥലമല്ല. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇവർക്ക് ഇപ്പൊ ഒരു ചാൻസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ പോളിസി ഒക്കെ നല്ലതാണ്. ബേസിക്കലി അവർ കർഷക സമൂഹത്തിനു വേണ്ടി നിലനിൽക്കേണ്ട ഒരു പാർട്ടിയാണ്, കർഷകരും വർക്കേഴ്സിനും വേണ്ടി. അത് കോൺഗ്രസ്സുകാരും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ നോക്കാം, നമ്മളെ നെൽപ്പാടങ്ങളൊക്കെ കൊയ്തിട്ട് അവിടെ നെല്ല് പോലും അവിടെ നിന്ന് സമയത്തിന് കളക്ട് ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്തിട്ടില്ല. അഥവാ കളക്ട് ചെയ്താൽ അവർക്ക് പേയ്മെൻറ്റ് പോലും കൊടുക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിലില്ല. മറ്റെല്ലാത്തിനും അവർ ലോൺ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ആ ലോൺ എടുക്കുന്ന എമൗണ്ട് ഇവർക്ക് ആദ്യം കൊടുത്തുകൂടാ? എങ്കിലല്ലേ അവർക്ക് അടുത്ത കൃഷി ഇറക്കാനൊക്കെ പറ്റും. ആദ്യം അവരുടെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക തത്വശാസ്ത്രം ശരിയാണോ എന്ന് നോക്കണം. അല്ല, കഴിഞ്ഞ 5 വർഷം നടന്നത് എന്ന് വെച്ചാൽ അവര് ഭരിച്ചത്, അതായത് മൊണോപ്പൊളി ആയിട്ട് രാജാവ് ഭരിക്കുന്ന പോലെ ഓരോ ഇൻഡിവിജ്വലിനെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ തന്നെ വെല്ലുവിളിച്ച പോലെ ആയിപ്പോയത് കൊണ്ടാണ് അവർ ഇതുപോലെ തോക്കേണ്ടി വന്നത്. അവരുടെ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പ് വന്നല്ലോ, ഒരുപാട് എതിർപ്പ് വന്നിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് മാറി വെളിയിൽ ആളുകൾ ലോക്കൽ ഇലക്ഷനും അതുപോലെ തന്നെ ഈ മെയിൻ ഇലക്ഷനും ജയിച്ചു. വലിയ സിഗ്നലാണ്. നാട്ടിലെ ജനങ്ങൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചു, അവരുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചു. ഓക്കെ, ഇത് ജനങ്ങളും പറയേണ്ട മറുപടിയാണ്. നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് നമുക്കറിയില്ല, ബട്ട് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ വോട്ടിന് ലീഡിന് ഈ പാർട്ടി A ജയിച്ചു, പാർട്ടി ബിയിലുള്ള ആളുകൾ മാറ്റി കുത്തിയെന്നോ എന്ത് വേണേ ആയിക്കോട്ടെ, അല്ലെ C ആയിക്കോട്ടെ. ബട്ട് നാളെ ഒരു നല്ല കമ്പനി നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഇത് എന്തായാലും മറ്റന്മാർ സമരം ചെയ്യാൻ വരും. വേണ്ട, ആ കമ്പനി നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഇന്റർനെറ്റ് ഉൾപ്പെടെ എയർപോർട്ട് ഉൾപ്പെടെ എല്ലാം അവർ ചെയ്താ. അപ്പൊ അതുപോലെ തന്നെ അവർ ചെയ്യുമ്പോൾ ഈ ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും? ചാൻസ് തീരെ കുറവാണ്. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈവൻ അവരും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കരുതെന്ന എൻ്റെ അപേക്ഷ. പക്ഷെ അവരുടെ മക്കൾക്ക് വേണ്ടിയത്
അവരൊരു സ്ഥാപനം വരുന്നത് അവരുടെ മക്കൾക്ക് ജോലി ചെയ്യാണ്. അവർ ഇന്ന് ഒരുപാട് പേര് ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്. ഇനി ആരും എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ആര് ഭരിച്ചെന്ന് A or B ഭരിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു സാധനം വരാൻ സമ്മതിക്കത്തില്ല. ആ ഒരു ചിന്താഗതിയായിപ്പോ എല്ലാവരും ഇപ്പൊ തന്നെ യൂസഫ് അലി സാറ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് ആ സാധനങ്ങൾ നമ്മൾ കൊട്ടിഘോഷിക്കും. അതൊരു കൺസ്യൂമർ സ്റ്റോറാ, അത് ജനങ്ങൾക്ക് വേണ്ടിയതാ. പ്രശ്നങ്ങളായിരുന്നു അത് തുടങ്ങിയപ്പോ തന്നെ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോ തന്നെ പ്രശ്നമായിരുന്നു. അത് പുള്ളിക്കാരൻ അതൊരു മാനുഫാക്ചറിംഗ് സ്ഥാപനമോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടായിട്ടാണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തതിന്. ഇതിപ്പോ എന്താ സംഭവിച്ചെന്നുണ്ട്, നമ്മൾക്ക് ബ്രിട്ടീഷുകാർ തന്നേച്ചു പോയ ഒരു ആശയം പോലെ, അതായത് തമ്മിലടിപ്പിച്ച് നേടുക എന്നുള്ളത്. അപ്പം ഭരണത്തിൽ കയറിയവനെ ജനങ്ങളുമായിട്ട് തമ്മിലടിപ്പിച്ച്, അല്ലെങ്കിൽ മറ്റേ പാർട്ടി തമ്മിലടിപ്പിച്ച് അടുത്ത ഭരണം പിടിക്കുക, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു പോരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ 10-25 വർഷങ്ങൾക്ക് ശേഷം കേരള ജനത ഉണർന്നു, വോട്ടിങ്ങിലൂടെ അവരുടെ അവകാശം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വിഡ്ഢികൾ എന്ന് വിളിച്ചതിന് പകരം സത്യാവസ്ഥയായിട്ട് ഇതാണോ സത്യം? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. മന്ത്രിമാരായാലും MLA-മാരായാലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇവര് ജനങ്ങളെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ സംസാരമൊക്കെ ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇവര് തന്നെയാണ് ഇനി ആ പാർട്ടിയെ ലീഡ് ചെയ്യുന്ന സ്ഥാനങ്ങളിൽ ഉള്ളത് എങ്കിൽ ജനങ്ങളോട് ഈ ഭാഷ ഉപയോഗിച്ചവർ അവര് വീണ്ടും അഗെയിൻ അടുത്ത തവണ അവർക്ക് തിരിച്ചു കയറാനും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തൊരു വിഡ്ഢികളാണെന്നും വിശ്വസിച്ചായിരിക്കുമല്ലോ കാര്യങ്ങൾ ചെയ്യുക. അല്ല, അങ്ങനെ ആകുമ്പോൾ ഈ കോൺഗ്രസ് നന്നായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം കോൺഗ്രസ് കയറാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ഒരു അനുഭവം വന്നല്ലോ, കാര്യം കാണാൻ എന്ത് പ്രവൃത്തി വേണേലും ചെയ്യാൻ മടിക്കില്ല. ഇനിയും താഴെ വരെ വണങ്ങി നിന്ന് അടുത്ത ഇലക്ഷന് ചിലപ്പം വോട്ട് വാങ്ങിച്ച് തിരിച്ചു കയറും. കേരളത്തിലെ ജനങ്ങൾ അതൊന്നും എങ്ങനെ നന്നാവും എന്ന് വെച്ചാൽ അവരൊരു നല്ല പ്രോജക്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവരതിന് സമരം ചെയ്യും. ഇപ്പൊ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിന് എക്സാമ്പിൾ ആണല്ലോ വിഴിഞ്ഞം കൊണ്ടുവന്നപ്പോൾ ഇവര് സമരം ചെയ്തവരാണ്, പിന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അവസാനം മോദി വന്നപ്പോൾ നാറുകയും ചെയ്തു, പുള്ളി വന്ന് ചെയ്തിട്ട് പോയി, സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. അപ്പോ നമ്മൾ ഇന്നത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ വിഡ്ഢികളല്ല. വോട്ടിംഗ് എന്നുള്ള പവർ അവർ കറക്റ്റ് ആയിട്ട് ഇത്തവണ ഉപയോഗിച്ചു. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കുറെ പേര് ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ അതെല്ലാം മറന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ ഒന്നിച്ചു എന്നുള്ളതാണ്. ഒന്നിച്ചു എന്നുള്ളതിന് പുറമെ ഒരു കാര്യം കൂടി ജനങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് ഇത് ചെയ്യണമെങ്കിൽ സമയം കൊടുക്കണം. മിനിമം ഒരു 10 വർഷം വേണം. ഇപ്പം ഡിഫിസിറ്റ് നിൽക്കുന്ന എക്കണോമിയാണ് നമ്മുടെ 2.5% ഡിഫിസിറ്റ്. ഇതിനാലാകെ 4000 കോടി അങ്ങാണ്ടേ ഉള്ളൂ. ഇവർ ഓരോ തവണയും കടം വാങ്ങുന്ന 3000-4000 കോടിയാണ്. 4000 കോടി കടം വാങ്ങിയതിന്റെ ബാക്കി 4000 കോടി തോന്നുന്നു പറഞ്ഞത്. അല്ലാതെ ജനങ്ങള് വിഡ്ഢികളാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് അടുത്ത ഒരെണ്ണം കൂടെ ആയാലേ പറയാൻ പറ്റും. കാര്യം അടുത്തത് ജയിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്ത്രീ വിഷയമാണോ എന്താണോ കൊണ്ടുവരുന്നെന്നുള്ളത് മനസ്സിലാക്കി ആ സമയത്ത് വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വിഡ്ഢികളാണോ ജനമെടുക്കലാണോ. ഒത്തിരി കൊണ്ടുവന്നിരുന്നു കോൺഗ്രസിനെതിരെ, ഇല്ലേ? കുറെ ആളുകൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ജനം അതൊന്നും വകവച്ചില്ലല്ലോ. പഴയ സിനിമകൾ കുറെ ട്രോളുകൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ പോരാളി ഷാജി അങ്ങനെയുള്ളവർ തന്നെ അത് ട്രോൾ ചെയ്ത് തുടങ്ങി. അവര് പറഞ്ഞു തുടങ്ങി, അണ്ണാ ഇത് നോക്ക്, ആ കാലത്ത് സിനിമയിൽ പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ ഉണർന്നു തുടങ്ങി എന്നുള്ളത് ഒരു നല്ല കാര്യം. അടുത്ത ഒരു ഇലക്ഷനും കൂടെ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇവർക്ക് നമ്മളൊരു അവസരം കൊടുത്തിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, മറ്റവർ തടഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റും. ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് മാർക്ക് ഇടുന്ന ഒരു കാര്യമായി മാറണം അടുത്ത ഇലക്ഷൻ. തീർച്ചയായും പൊതുജനങ്ങള് ചിന്തിക്കണം ആ രീതിയിൽ. ഓക്കെ, അപ്പൊ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ സമൂഹം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി ബുദ്ധിമുട്ടാതെ നമ്മുടെ നാട്ടിൽ തന്നെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം.